ഈ ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിലെ ടി.പി. രാമകൃഷ്ണന്റെ നിലപാട് തിരുത്തുന്നുണ്ട് എ.കെ. ബാലൻ. മാതൃഭൂമി ന്യൂസിന് നൽകിയ ഇതേ പ്രത്യേക അഭിമുഖത്തിൽ തന്നെയാണ് ബാലൻ LDF കൺവീനറുടെ നിലപാട് തിരുത്തിയത്. താൻ പറഞ്ഞത് തെറ്റാണ് എന്ന് പാർട്ടി പറഞ്ഞിട്ടില്ല എന്നായിരുന്നു ബാലന്റെ ഒളിയമ്പ്. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും വിശദീകരിച്ചാൽ ഒരാൾക്കും അതിൽ സംശയം വേണ്ട എന്നുകൂടി എ.കെ. ബാലൻ പറയുന്നുണ്ട്. UDF അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്നായിരുന്നു ടി.പി. രാമകൃഷ്ണന്റെ അന്നത്തെ മറുപടി. ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ ഒരു കാര്യം സൂചിപ്പിച്ചു, UDF അധികാരത്തിൽ വരില്ലല്ലോ, ആഭ്യന്തരം ജമാഅത്തെ ഭരിക്കില്ലല്ലോ, പിന്നെ ആ പറയുന്നതിന് അർത്ഥമില്ലല്ലോ. ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, ഞാൻ ആ ഭാഗത്തേക്ക് കടന്നിട്ടേ ഇല്ല. പിന്നെ പാർട്ടിയുടെ നയമെന്താണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമെന്താണ്, ആ നയത്തിനെതിരായി ഞാനെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും വിശദീകരണത്തിന്റെ ഭാഗമായി പിന്നീട് ഒരാൾക്കും സംശയത്തിനിടയില്ലല്ലോ. എ.കെ. സ്റ്റെഫിൻ തുടരുന്നുണ്ട്. സ്റ്റെഫിൻ, ബാലന്റെ പരാമർശം ചില കാൽക്കുലേഷനുകൾക്കും പുറത്താണ്. അപ്പോൾ UDF അധികാരത്തിൽ വരില്ല, പിന്നെയല്ലേ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കുന്ന കാര്യം എന്നായിരുന്നു അന്ന് ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞത്. ഇപ്പോൾ തിരുത്തുന്നത് LDF കൺവീനറെയാണ്. അപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങൾ അത് എ.കെ. ബാലൻ ഒരു അനുകൂലമായി മാറിയിട്ടുണ്ട്, അതിൽ ഉറച്ചു നിൽക്കുന്നു. അതായത് വീണ്ടും വീണ്ടും പറയാൻ വേണ്ടിയിട്ട് ബാലൻ നൽകുന്ന ഒരു കരുത്തും ഒരുപക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അവിടെ തിരുത്തി പറയേണ്ടത് LDF കൺവീനർ ആണ് എന്നുള്ള ധ്വനി എ.കെ. ബാലനാണ് പറയുന്നത്. കാരണം പൂജ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് പിന്നാലെ യഥാർത്ഥത്തിൽ ഒരു അങ്കലാപ്പിലായിരുന്ന CPM-ന് രക്ഷകനായി വന്നയാളാണ് എ.കെ. ബാലൻ. കാരണം ഏത് തരത്തിൽ ഇനി മുന്നോട്ട് പ്രതിരോധിച്ചു പോകും, അല്ലെങ്കിൽ എന്ത് രാഷ്ട്രീയമായി എടുത്ത് കോൺഗ്രസിനെതിരെ ഉപയോഗിക്കുമെന്നൊക്കെ വന്നപ്പോൾ ആണ് ഈ ഒരു പ്രതികരണം വരുന്നത്. പക്ഷേ ആ പ്രതികരണത്തിൽ ആദ്യഘട്ടത്തിൽ CPM-നും ഇത് ഉൾക്കൊള്ളുന്നതിന് വേണ്ടി കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് MV ഗോവിന്ദൻ ഇങ്ങനെ തിരുവനന്തപുരത്തെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി യോഗത്തിലേക്ക് കയറി പോകുമ്പോൾ ബാലൻ പറഞ്ഞതിനെപ്പറ്റി മാധ്യമപ്രവർത്തകർ നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിക്കുമ്പോൾ അത് പാർട്ടി പറയും എന്ന് പറഞ്ഞുകൊണ്ടാണ് കയറിപ്പോയത്. അതായത് അതിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി എ.കെ. ബാലനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല, അത് പറയേണ്ടത് പാർട്ടി സെക്രട്ടറിയാണ് അല്ലെങ്കിൽ പാർട്ടിയാണ് എന്നുള്ളൊരു ധ്വനിയാണ് അതിലൂടെ എല്ലാം തന്നെ നൽകിയത്. അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വരുന്നത് 8-ാം തീയതി. ആ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി മാറാടും തലശ്ശേരിയും ഉൾപ്പെടെയുള്ള അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ CPM-ന്റെയും അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെയും എല്ലാം ഇടപെടൽ എന്താണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹം ആ വാർത്താ സമ്മേളനം ഉടനീളം സംസാരിച്ചത്. അത് കൃത്യമായി എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന ഒരു മറുപടിയായിരുന്നു. ആ മറുപടിയെല്ലാം തന്നെ അദ്ദേഹം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അതിന് പിന്നാലെയാണ് LDF കൺവീനറായിട്ടുള്ള ടി.പി. രാമകൃഷ്ണൻ വാർത്താ സമ്മേളനം നടത്തിയത്. ആ വാർത്താ സമ്മേളനത്തിലും മുഖ്യമന്ത്രി പറഞ്ഞ അഭിപ്രായത്തോട് യോജിച്ച് നിന്നുകൊണ്ട് പോകുന്നതിന് വേണ്ടി അദ്ദേഹം തയ്യാറായിട്ടില്ല. എ.കെ. ബാലൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി ചോദിക്കുമ്പോൾ അത് എ.കെ. ബാലനോട് തന്നെ ആ കാര്യങ്ങൾ ചോദിക്കേണ്ടതാണ് എന്നുള്ളതായിരുന്നു ടി.പി. രാമകൃഷ്ണന്റെ മറുപടി. ഒപ്പം തന്നെ ഈ ചോദ്യത്തോട് ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കുമോ എന്ന ചോദ്യത്തോട് അദ്ദേഹം UDF അധികാരത്തിൽ വന്നിട്ടില്ല, അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഒരു തരത്തിൽ ഒരു നീരസം പ്രകടിപ്പിക്കുന്ന, അല്ലെങ്കിൽ എ.കെ. ബാലനെയും പാർട്ടിയും തള്ളുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം പരോക്ഷമായെങ്കിലും ആയിപ്പോയി എന്നൊരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ എ.കെ. ബാലനും പരോക്ഷമായി ടി.പി. രാമകൃഷ്ണനെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉറപ്പായിട്ടും ഈ സംഭവം തന്നെ വീണ്ടും ചർച്ചയായി പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ രണ്ട് വശത്തായിട്ട് ഇപ്പോൾ LDF കൺവീനർ ഒപ്പം തന്നെ എ.കെ. ബാലൻ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമല്ലോ. അപ്പോൾ ഒരുപക്ഷെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു അഭിപ്രായത്തോട് യോജിച്ച് സംസാരിച്ചില്ല എങ്കിൽ പോലും മുന്നിലേക്കുള്ള കാര്യങ്ങൾ ഇനി എങ്ങനെയായിരിക്കും? കാരണം കഴിഞ്ഞ ദിവസത്തെ തന്നെ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ളവരുടെ കാര്യങ്ങൾ ബാലൻ അതിനോട് വീണ്ടും യോജിച്ച് നിൽക്കുന്നത്. ബാലൻ പറയുന്നത് പോലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പ്രസ്താവനകൾ ഉണ്ടല്ലോ, പാർട്ടി പറഞ്ഞതിനപ്പുറം ഒന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് വശത്തായിട്ടും ഇനിയും ഇതേപോലെ നിൽക്കാൻ പറ്റുമോ, പ്രത്യേകിച്ച് ഇത്രത്തോളം ചർച്ചയായി പോകുന്ന ഒരു സാഹചര്യത്തിൽ? പൂജ, CPM-നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രതിസന്ധിയില്ല. കാരണം അതിനുശേഷമായാലും അദ്ദേഹം പറഞ്ഞത് അതിര് കടന്ന ഒരു പ്രതികരണമൊന്നുമല്ല ടി.പി. രാമകൃഷ്ണന്റെ ഭാഗത്തു നിന്നും വന്നത്. ഇപ്പോൾ ബാലന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു പ്രതികരണമൊന്നും അല്ല വന്നത്. അത് അവർക്ക് ഒരു വഴിയെ തന്നെ യോജിച്ചു പോകാൻ കഴിയുന്നതേ ഏതായാലും ഈ വിഷയത്തിൽ ഉള്ളൂ. അങ്ങനെ ഒരു രണ്ടഭിപ്രായം പാർട്ടിക്കുള്ളിൽ ഏതായാലും ഇനി നിലവിൽ ഏതായാലും അങ്ങനെ മുന്നോട്ട് പോകാനുമാകില്ല, അങ്ങനെ ഒന്നും ഇല്ലതാനും. പക്ഷേ ഇപ്പോൾ ഏതായാലും വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വമാണ്. കാരണം ഈ രണ്ട് സാമുദായിക സംഘടനകളുടെയും മുന്നം വി ഡി സതീശനാണ്. ഒപ്പം തന്നെ CPM ഇപ്പോൾ ഉന്നം വയ്ക്കുന്നതും വി ഡി സതീശനെയാണ്. വി ഡി സതീശന്റെ പറവൂരിൽ നിന്നുള്ള ജയമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സമീപനം CPM ഇങ്ങനെ പുലർത്തുമ്പോൾ, NSSും SNDPയും പുലർത്തുമ്പോൾ വലിയ തോതിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് മറ്റ് കോൺഗ്രസിന്റെ നേതാക്കളാണ്. വി ഡി സതീശനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പോലും ഇപ്പോൾ യഥാർത്ഥത്തിൽ മുതിർന്ന നേതാക്കൾക്ക് പോലും കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. കാരണം ഇന്നലെ വെള്ളാപ്പള്ളി നടേശനും അതോടൊപ്പം തന്നെ G. സുകുമാരൻ നായരും വി ഡി സതീശനെതിരെ അതിരൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുമ്പോൾ പോലും അതിനെ അതേ നാണയത്തിൽ കൃത്യമായ മറുപടി
കൊടുക്കാൻ വേണ്ടി കോൺഗ്രസിന് കഴിയുന്നില്ല. കോൺഗ്രസിന്റെ മറ്റൊരു നേതാക്കളും ഇതിനെപ്പറ്റി പ്രതികരിക്കുമ്പോൾ പോലും ഒരു സമവായത്തിന്റെ രീതിയിൽ അല്ലെങ്കിൽ അവരെ അധികം പിണക്കാതെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് തീർച്ചയായും സ്റ്റെഫൻ. അപ്പോൾ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സംസാരിക്കാൻ നമ്മൾ കേട്ടതാണ്. ഒരു വീരാളിപ്പട്ട് പ്രയോഗമൊക്കെ മുന്നിലേക്ക് കൊണ്ടുവന്നു എങ്കിൽ പോലും മറ്റ് കോൺഗ്രസ് നേതാക്കളുടെ ഉൾപ്പെടെ ഭാഗത്തു നിന്നും സംയമനത്തോടുകൂടി ഉള്ള ഒരു പ്രതികരണം തുടക്കം മുതൽ തന്നെ വന്നതാണ്. വാർത്താ സമ്മേളനത്തിന് ശേഷമൊക്കെയും ഒരുപക്ഷെ എന്ത് വേണം എന്ന തരത്തിലുള്ള ഒരു ആലോചനയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്